ഒരിക്കലും സാധ്യമല്ല. അങ്ങനെ ക്യാപ്സൂൾ വിഴുങ്ങിക്കൊണ്ട് രക്ഷപ്പെടാൻ പറ്റിയ ഒരു ഓപ്ഷൻ പേപ്പറേ അല്ല മലയാളം. കാരണം മലയാളത്തിൽ നിങ്ങളുടെ ടച്ച് എന്ന് നമ്മൾ പറയാറില്ലേ, നിങ്ങളുടെ കരസ്പർശമുള്ള ഉത്തരങ്ങൾ മലയാളം പേപ്പറിൽ ഉണ്ടായിരിക്കണം. അത് പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും നിങ്ങളുടേതായ ഭാഷയിൽ സിമ്പിളായി സാഹിത്യ സ്വരൂപത്തോടു കൂടി തന്നെ രസകരമായ രീതിയിൽ നിങ്ങൾ എഴുതുക എന്നുള്ളതാണ് മലയാളം ഓപ്ഷണൽ പേപ്പർ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അഥവാ ഏത് ചോദ്യമാണെങ്കിലും അത് ഏത് ചോദ്യത്തിനുള്ള ഉത്തരമാണെങ്കിലും അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. അത് മനസ്സിലാക്കേണ്ടത് അതാണ് കൂടുതൽ സൗകര്യവും എളുപ്പവും. കാര്യം നിങ്ങൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ മാതൃഭാഷയിലുള്ള സാഹിത്യകൃതികളെയും ഭാഷയുടെ ചരിത്രത്തെയും നിങ്ങൾ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതനുസരിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങൾ ഉത്തരങ്ങൾ എഴുതേണ്ടത്. അഥവാ ചോദ്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയാറുണ്ടെങ്കിലും ചോദ്യങ്ങൾ അതേപടി റിപ്പീറ്റ് ചെയ്യുകയല്ല. ഓരോ മേഖലയിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ അതിൻ്റെ സാരാംശത്തിൽ വ്യത്യാസങ്ങളോടുകൂടി തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അഥവാ ചോദ്യത്തിൻ്റെ ഇൻറ്റൻഷൻ വ്യത്യാസം ഉണ്ടായിരിക്കാം, ഒരേ ഏരിയയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ തിരിച്ചുമാവാം. ഈ രീതിയിൽ ചോദ്യങ്ങൾ പല ആംഗിളിലായിരിക്കാം. പ്രത്യക്ഷത്തിൽ ഒരേ ചോദ്യം എന്ന് തോന്നുന്നത് പോലും ചോദ്യത്തിൻ്റെ ആംഗിൾ, ആ ചോദ്യം റിക്വയർ ചെയ്യുന്ന ഉത്തരം മറ്റൊന്നായിരിക്കാം. അപ്പോൾ അതിനൊക്കെ തന്നെയും നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതനുസരിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള സംഗതി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയോടുകൂടി നിങ്ങളുടെ സർഗ്ഗരചനയായി തന്നെ വേണം നിങ്ങളുടെ ഒരു ഉത്തരം വരാൻ. എന്ന് വെച്ചാൽ അതിനർത്ഥം നിങ്ങളൊരു വലിയ സാഹിത്യ സൃഷ്ടി നടത്തണം എന്നൊന്നുമല്ല. പക്ഷേ നിങ്ങളുടേതായ ഒരു ഉത്തരമായിരിക്കണം നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നർത്ഥം.